ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇലയടയാണ്. ഇലയട എന്ന് പറയുന്ന ഒരു സ്പെഷ്യലാണ്. അത് ഞാനിതിൽ ചിക്കൻ വെച്ചിട്ടുള്ള ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇലയപ്പത്തിന് കുഴയ്ക്കും പോലെ അരിമാവും ഉപ്പും കൂടെ ഇട്ട് കുഴയ്ക്കുകയാണ്. ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തിന് മുമ്പേ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് സാധാരണ നമ്മൾ കൊഴുക്കട്ടയ്ക്കും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നമ്മളത് കുഴച്ച മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇനി അതിൻ്റെ അകത്ത് വയ്ക്കേണ്ട ഫില്ലിങ് ഉണ്ടാക്കാം. പെരുംജീരകം, മസാല ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മളത് സവാള ഉള്ളിയിടാൻ പോവുകയാണ്. നമ്മളിതിപ്പോൾ ഉള്ളി, പെരുംജീരകം, മഞ്ഞൾ എല്ലാം കൂടെ ഇട്ട് വഴറ്റിയാണ്. സവാളയും കരിവേപ്പിലയും ഒക്കെ കൂടെ വഴറ്റിയിട്ട് നമ്മളടുത്ത സ്പൂണ് മതി, ഒരുപാട് ഇത് വേണ്ട. 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഞാനേ ചിക്കൻ വേവിച്ചതിൻ്റെ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്നത് വേവാനായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും ഇതിലോട്ട് ഒരു നുള്ളുപ്പേ ഇടാവും, കൂടരുത്. ഉപ്പിട്ടിട്ടുണ്ട്. ചിക്കനിലും മാവിലും ഒക്കെ ഉപ്പുണ്ട്. അതുകൊണ്ട് ഇതിൽ വേണ്ടി മാത്രം ശകലം ചിക്കനിടണം. ഇതിലോട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. നമ്മൾ ഇലയടയ്ക്കകത്തോട്ട് വയ്ക്കുന്ന ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറി തണുപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തുക. നമ്മൾ ഇല ഇട്ടതാ പരത്താൻ പോകുകയാണ്. നമ്മളിതുപോലെ ഒന്ന് അമർത്തി നമ്മൾ ഇലയപ്പം ഉണ്ടാക്കും കണക്ക് തന്നെ ഒന്ന് പരത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫില്ലിങ് ഇതിനകത്ത് വയ്ക്കണം. അതുപോലെ ഫില്ല് ചെയ്ത് ഇലയപ്പത്തിന് മടക്കും പോലെ ഇതുപോലെ പാത്രത്തിലോട്ട് വയ്ക്കുക. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാം നമ്മളിതുപോലെ പരത്തിയിട്ട് ഫില്ലിങ് അതിനകത്ത് വെച്ച് വയ്ക്കുക. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ചിക്കൻ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ശർക്കരയും തേങ്ങയും വെക്കുന്നതിന് പകരം ഞാൻ ചിക്കനാണ് ഇത് ഫില്ല് ചെയ്ത് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് നോക്കി കണ്ടിട്ട് എനിക്ക് ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സൂപ്പർ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഫോളോ ചെയ്യണം. ബൈ.